എന്തുവാടി ഇത്? എന്റെ ക്ലാസ്സിലെ അമ്മൂന്റെ പൂച്ചക്കുട്ടിയാ. പാവം, അതിന്നലെ ചത്തുപോയി. അമ്മൂന് ഭയങ്കര സങ്കടമായിരുന്നു. ആ പൂച്ചക്കുട്ടി സ്വർഗത്ത് പോവോ വല്യപ്പച്ച? എന്റെ മണ്ടി കുഞ്ഞാറെ, എന്നാ സംശയമാടി ഇത്? പോടി എന്റെ കുട്ടി, ആ കൊച്ചിന്റെ ഒരു സംശയമല്ലേ? നീ കൊച്ചല്ലേ ഇതിനേക്കാൾ എന്തോ ഒരു സംശയങ്ങൾ ചോദിച്ചവളാ. ഓ പിന്നെ ചിന്നുമോളെ, ഈ സ്വർഗവും നരവും എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഓ, സ്വർഗം, നരകം, ഈശ്വരൻ, ഇതെല്ലാം മനുഷ്യരുടെ വെറും ഭാവനാ സൃഷ്ടികളാണ്. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയവരാരെങ്കിലും അതേക്കുറിച്ച് പറയാൻ തിരിച്ചു വന്നിട്ടുണ്ടോ? അപ്പോ ഇതെല്ലാം മനുഷ്യനെ മുതലെടുക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മാത്രം. നിങ്ങൾ ഇത് വായിക്കണം. പഠിക്കാനുള്ളത് മാത്രമല്ല, ഇതുപോലുള്ള പുസ്തകങ്ങൾ പലതും. അപ്പോ ഏത് വിഡ്ഢി ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോ ഈശ്വരൻ ഇല്ലെന്നാണോ? ഞാൻ ഭൗതികമായത് മാത്രം വിശ്വസിക്കും. സാറ് നിരീശ്വരവാദിയാണോ? എന്തെങ്കിലും കണ്ടാൽ വിശ്വസിക്കും, കാണാത്ത വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണോ സാറ് പറയുന്നത്? മനുഷ്യരുടെ വേദന, രോഗങ്ങളെ, ഭയത്തെ എല്ലാം മുതലെടുത്താണ് ഇവിടെ ദൈവങ്ങൾ നിലനിൽക്കുന്നത്. ഈ നന്ദൻ സാർ എന്തൊക്കെ അസംബന്ധങ്ങളാ ക്ലാസ്സിൽ പറയുന്നത്? ഇങ്ങേരാര്? യുക്തിവാദി സംഘടനയുടെ ആളോ? അത് കളാ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങൾ മണ്ണാൻ കെട്ട. എടാ, നിനക്കിത് എന്ത് പറ്റി? എന്താടാ ഇത്? നന്ദൻ സാർ തരുന്ന ഇതുപോലത്തെ ചപ്പ് ചവർക്ക വായിച്ച് മനസ്സ് വെറുതെ ചീത്തയാക്കരുത്. നീ പോടി, എനിക്കറിയാം ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന്. ഓ, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുത്തനെ എന്റെ അപ്പ പെണ്ണു കൊടുക്കില്ലടാ. വേണ്ടടി, ആ കലാമണ്ഡല മീനെ ഇപ്പോഴും ക്യൂവിലുണ്ട്. നീ പോടാ. ജോസൂട്ടിയേ, എന്താ വല്യപ്പച്ച? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? അതെ, ചേട്ടായുടെ ലൈനാ. ലൈനോ? അതെ വല്യപ്പച്ച, ലൈൻ എന്ന് പറഞ്ഞാ പ്രേമിക്കുന്ന ചെറുക്കൻ. ഈ വല്യപ്പച്ചനൊന്നും അറിയത്തില്ല. മൊട്ടൊന്ന് വിരിഞ്ഞില്ലോടി കാന്താരി, നീ കൊള്ളാമല്ലോടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമേ. ഇവളമാര് വെറുതെ പറയാ വല്യപ്പച്ച. അല്ല, ചീത്ത കൂട്ടുകെട്ടിലൊന്നും നീ പെടുകയല്ലെന്ന് എനിക്കറിയാം. അയ്യോ, ആ ചേച്ചി നല്ല ചേച്ചിയാ, എനിക്കറിയാം. പഠിത്തമായിരിക്കണം പ്രധാനം. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, അന്ധമായ മതവിശ്വാസങ്ങളുടെ കെട്ടിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു പുതിയ തലമുറ, അതായിരിക്കണം നിങ്ങൾ. വർഗശത്രുവിനെ സ്നേഹിക്കുക എന്ന ആശയമല്ല, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇക്കാലത്തെ വിജയമന്ത്രം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു. അവിടെയുണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല. അനങ്കത്തെ വെള്ളം. എനിക്കറിയത്തില്ല എന്റെ വല്യപ്പച്ച, എപ്പോ നോക്കിയാലും അങ്ങ് വായനയാ. എന്താ മോനെ കുറ്റിയിട്ടിരിക്കുന്നേ?
വല്ലാത്ത തലവേദന, കിടക്കുമായിരുന്നു. പനിയൊന്നുമില്ലല്ലോ. ഒരു ചുക്ക് കാപ്പി ഇട്ട് തരട്ടെ? വേണ്ട, അതിന് മാത്രമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. കിടന്നു. എന്താ പേരിക്കുഞ്ഞേട്ടാ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇങ്ങനല്ലല്ലോ പതിവ്. ഇതെന്ത് പറ്റി? എന്റെ ജോസൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ആ, പഠിത്തത്തിൽ എന്തെങ്കിലും ശ്രദ്ധ കുറവ്? പഠിക്കാനുള്ളതൊന്നും അല്ല അവനിപ്പോ വായിക്കുന്നത്. പിന്നെന്താ? വേറെന്തൊക്കെയാണ്. ചോദിച്ചാ പറയും ജനറൽ നോളജ് ആണെന്ന്. ഓ, അതാണോ? അതൊക്കെ വായിക്കണം. പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഒരു പ്രശ്നവുമില്ല മരിക്കുഞ്ഞേട്ടാ. ജോസൂട്ടി മിടുക്കനാ. റാങ്ക് ഒക്കെ കിട്ടി അവന്റെ പടം പത്രത്തിലും ടിവിയിലും ഒക്കെ വരും. നിങ്ങൾ നോക്കിക്കോ. ഇതെന്തു പറ്റി? ഇനി വല്ല അസുഖമായിട്ടാണോ? പൈലിക്കുഞ്ഞേട്ടാ, എന്തോ ഒരു ആലോചന. അരി വെള്ളത്തിലിടണ്ടേ? സുഖമില്ലെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. എനിക്ക് അസുഖമൊന്നുമില്ല. എന്തോ പന്തികേടുണ്ടല്ലോ. എവിടെ അനീതി കണ്ടാലും എതിർക്കണം. പലപ്പോഴും പ്രതികരണശേഷിയില്ലാതെ പെരുമാറുന്നതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കുഴപ്പം. നിങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തികച്ചും അവബോധമുള്ളവരാകണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അതെന്ത് വില കൊടുത്തും പിടിച്ചു വാങ്ങണം. ലോക സമ്പത്തിൻ്റെ ഏതാണ്ട് 70% 4-5 രാജ്യങ്ങളിലെ 100-180 വ്യക്തികളുടെ കൈകളിൽ മാത്രമാണുള്ളത്. അത് പിടിച്ചെടുത്ത് ഈ ലോകത്തെ പട്ടിണി പാവങ്ങൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കണം. അതായത് സ്വകാര്യ സ്വത്ത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. 4000 കോടി രൂപയുടെ വീട് പണിയുന്ന തമ്പ്രാക്കന്മാരുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജനലക്ഷങ്ങൾ കഷ്ടപ്പെടുന്ന രാജ്യത്താണിതെന്ന് ഓർക്കണം. എന്താടോ? ഏയ്, ഒന്നുമില്ല. താൻ കുറെ നേരമായല്ലോ എന്റെ ക്ലാസ് വാച്ച് ചെയ്യുന്നു. താൻ ആരാ, പ്രിൻസിപ്പാളോ അതോ ഡിഇയോ?
അവിടെ നിന്നേ. കഞ്ഞിവെപ്പുകാരൻ ആ പണി ചെയ്താൽ മതി. പറഞ്ഞ കേട്ടല്ലോ. ഏതായാലും മാഷ് വന്നേ പിന്നെ പ്രതീക്ഷാ ട്യൂഷൻ സെന്റർ കാര്യം പോക്കായി. അതെന്താ? മാഷ് കണക്ക് പഠിപ്പിച്ചാൽ പിന്നെ പിള്ളേർക്ക് ട്യൂഷൻ വേണോ? അത് ശരിയാ. നമ്മുടെ ട്യൂഷൻ സാറിന്റെ കാര്യം കഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരുടെയും കാര്യം കഷ്ടത്തിലാക്കണമെന്ന് എനിക്കില്ല. ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായി ചെയ്യണം. അതാണ് എന്റെ പോളിസി. മാഷ് ഇപ്പൊ പറഞ്ഞതാ ശരിയായ പോളിസി. സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുക. നന്ദൻ മാഷ് കുട്ടികൾക്ക് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. അതത്ര ശരിയാണോ? നമ്മുടെ പാഠ്യരീതി ശരിയാണ്. പുത്തൻ തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുന്ന ഒന്നും നമ്മുടെ സിലബസിലില്ല. അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ വായിച്ചു വളരട്ടെ. സംഘടനാശേഷിയും പ്രതികരണശേഷിയും ഒക്കെയുള്ള ഒരു നല്ല തലമുറയായി അവരെ വാർത്തെടുക്കണം. അതാണ് ഇന്നിന്റെ ആവശ്യം. മനസ്സിലായോ? ഓ, എന്നാ വിവരമായി മാഷിന്. ഇതുപോലൊരു മാഷ് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്. ഞാൻ നന്ദൻ സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. എന്താ? അത് എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. നല്ല വെളുത്ത് കൊലുന്നതിന് ഒരു സുന്ദരി കുട്ടി. സാറിന് മാച്ച് ആയിരിക്കും. ഒന്ന് ആലോചിക്കട്ടെ. ഞാനിപ്പോ കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. അഥവാ ആലോചിച്ചാൽ തന്നെ ജോലിയുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ജോലിയുള്ള സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ചില കടമകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷമേ. എന്താ, പെങ്ങന്മാരെ ആരെങ്കിലും കെട്ടിക്കാനുണ്ടോ? അതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് മിശ്രവിവാഹമാണ് ഏറ്റവും നല്ലത്, അല്ലേ സാറേ? ആ, അതെ അതെ. ആ, അതാവുമ്പോ ഈ സർക്കാരിൽ നിന്നൊക്കെ ഒത്തിരി ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഒരല്പം നിറം കൂടി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര അഹങ്കാരിയായി പോനെ. അല്ല, നിറം ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം എനിക്കുണ്ടല്ലോ, അല്ലേ? അയ്യടാ. നിങ്ങൾ ആരും സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചറിഞ്ഞില്ലേ? ഇല്ല. എപ്പോഴാ വിളിച്ചത്? കുറച്ചു മുമ്പാ തീരുമാനിച്ചത്. സ്കൂളിലെ ഇലക്ഷനെ പറ്റി എന്തോ ആലോചിക്കാനാ. അപ്പോ മുൻകാലങ്ങളിലെ പോലെ നമ്മൾ ഈ വർഷവും സ്കൂൾ ഇലക്ഷൻ നടത്തുകയാണ്. അതേപറ്റി ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. പതിവ് പോലെ ഒരു രാഷ്ട്രീയ ഇടപെടലും കൂടാതെയാണ് നമ്മുടെ ഈ ഇലക്ഷൻ. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. സർ, എനിക്കൊരു സജഷനുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ എല്ലാ വർഷവും ഓരോ ക്ലാസ്സിലെയും ലീഡറെ തിരഞ്ഞെടുക്കും. അവർ സ്കൂൾ ലീഡറെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കുട്ടികൾക്കും 2 വോട്ട്. ഒരു വോട്ട് ക്ലാസ് ലീഡർക്കും മറ്റൊന്ന് സ്കൂൾ ലീഡർക്കും. അങ്ങനെയാവുമ്പോൾ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാ കുട്ടികൾക്കും പങ്കുണ്ടാകും. ഒരു പ്രസിഡൻഷ്യൽ രീതിയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കിത് നല്ല നിർദ്ദേശമായിട്ടാ തോന്നുന്നു. എനിക്കും ഈ അഭിപ്രായം തന്നെയാ. വളരെ നല്ല നിർദ്ദേശമാണ് സാറേ. എനിക്കിതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഈ രീതിയിൽ ഇലക്ഷൻ നടത്തിയ അത് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ ഒരു മത്സരമായി മാറും. ഈ ഖാദർ സാറിന്റെ ഒരു കാര്യം. മത്സരിക്കട്ടെ. എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് വീറും വാശിയൊക്കെ വേണമല്ലോ. അതെ അതെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഖാദർ മാസ്റ്റർ പറഞ്ഞതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ 31 വർഷമായിട്ട് ഈ സ്കൂളിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തലായിരിക്കും ഫലം. നാരായണന്റെ കാര്യം അറിയാമല്ലോ. ഞാൻ ഈ സ്കൂളിൽ വന്നത് മുതൽ ശ്രദ്ധിക്കുക. ഈ സ്കൂളിലെ ഓരോ കാര്യത്തിലും ഇയാളുടെ അനാവശ്യമായ ഇടപെടലും ചോദ്യം ചെയ്യലും ഒക്കെ. താൻ ആരാന്നാ തന്റെ വിചാരം? ജോലി സ്ഥിരതയില്ലാത്ത കഞ്ഞിവെപ്പുകാരനായ താൻ ആ പണി നോക്കിയാൽ മതി. വിദ്യാഭ്യാസമുള്ള സർക്കാർ ജീവനക്കാരായ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. നന്ദമാഷ് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. തന്നോട് ഇത്രയും മാന്യതയൊക്കെ മതി. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇവിടുത്തെ പഴയ PTA പ്രസിഡന്റ് ആയിരുന്നു. പഴയ ചരിത്രമൊന്നും ഇവിടെ വിളമ്പണ്ട. ഇനി സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചാൽ സ്റ്റാഫ് അല്ലാത്ത ഇയാൾ വരാൻ പാടില്ല. വന്നാൽ ഞങ്ങൾ അധ്യാപകർ പങ്കെടുക്കില്ല. ഞാൻ പോയേക്കാം.
ഇതൊരു തുടക്കമാണ്, വരാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ തുടക്കം. അത് ശരിയാ, എന്ത് വന്നാലും നമ്മുടെ ക്ലാസ്സിൽ നിന്നാവണം ലീഡർ. നമുക്ക് സമർത്ഥന നിർത്തിയാലോ ഇജാസിനെ? അത് ശരിയാവില്ല, നീ തന്നെ നിന്നാ മതി. ശരിയാ, ഇജാസ് മതി. നിങ്ങളിങ്ങനെ നിർബന്ധിക്കുമ്പോ എടാ സമർത്ഥ, കൂടുതലൊന്നും ആലോചിക്കണ്ട, നീ തന്നെ അതിന് പറ്റിയ ആള്. ജോസൂട്ടി, ഈ വരുന്ന ഞായറാഴ്ചയാണ് ചടങ്ങ്. ഇക്ക എത്താതിരിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ വരാം. എന്നാ ശരി. ശരി. ഇക്ക, ഞാൻ നന്ദൻ, ഇജാസിന്റെ മാഷ. മാഷിനെ കുറിച്ച് അവൻ എപ്പോഴും പറയാറുണ്ട്. എടാ മൊയ്തു, 2 സുലൈമാനിയുടെ. ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. നമ്മുടെ ഇജാസ് എന്തേ, അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ഏയ് ഇല്ല ഇല്ല, അവനെ മിടുക്കനാ, നല്ല രാഷ്ട്രീയ ഭാവിയുള്ള പയ്യൻ. സ്കൂൾ ലീഡറായിട്ട് മത്സരിക്കാൻ ഇക്ക സമ്മതിച്ചാ മതി. അവനെ ഇലക്ഷൻ നിർത്താനും രാഷ്ട്രീയത്തെ ഇറക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ മാഷ് വന്ന് പറയുമ്പോൾ വേണ്ടാന്ന് എങ്ങനെ പറയും? പിന്നെ ദേ മാഷെ, ഇലക്ഷന് നിന്നാൽ എന്ത് വില കൊടുത്തും നമുക്ക് ജയിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. നമ്മുടെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അവനുണ്ടാവും, ജയിക്കുകയും ചെയ്യും. മതി. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ശരി. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നിന്നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിൽക്കുവാണെങ്കിൽ സ്കൂൾ ലീഡറായിട്ട് തന്നെ നിൽക്കണം. ക്ലാസ് ലീഡറായിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം കുറെ കാശൊക്കെ നമുക്ക് മുടക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പൊള്ളേനെ ചാടിക്കില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കെ. നിനക്ക് എന്തറിയാം? ഇവന് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞവരും തമ്മിത്തല്ലും കത്തിക്കുത്തും നടത്തിയവരൊക്കെയാ ഇന്ന് ഇവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ. നിനക്ക് വല്ല വിവരമുണ്ടോ? എന്റെ പടച്ചോനെ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ അനങ്ങാപ്പാറ നയമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രശ്നം. നമ്മൾ എന്ത് വേണമെന്നാ നേതാവ് പറയുന്നത്? നമ്മളും കളിക്കണം, എന്നാലേ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ. ദേ ഇപ്പൊ തന്നെ അവന്മാര് സ്കൂൾ ഇലക്ഷനിൽ ആ മില്ലുകാരന്റെ മകനെ അവരുടെ ആളാക്കി നിർത്തി. അവൻ ജയിച്ചു കയറിയാൽ സ്കൂളും അവരുടെ കയ്യിലാകും. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നന്ദ സാർ. ഞാനൊരു ഐഡിയ പറയാം. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കോച്ചന്റെ മകനില്ലേ, അവൻ ആ സ്കൂളിലല്ലേ പഠിക്കുന്നത്? എന്താ പയ്യന്റെ പേര്? ജോജി. അവനെ നമുക്ക് മറ്റവനെതിരെ നിർത്തണം. എന്നിട്ട് എന്ത് തന്ത്രം പ്രയോഗിച്ചും തോൽപ്പിക്കണം. സമ്മതമാണെങ്കിൽ ഒന്ന് കൈയടിക്കെങ്കിലും ചെയ്യടാകൂവേ. ഇങ്ങനെ കുറെ ഉണ്ണാമന്മാർ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുകയാണല്ലോ ഖാദർ സാറേ. ഞാൻ ഇതൊക്കെ അന്നേ പറഞ്ഞതല്ലേ സാറേ. പ്രിൻസിപ്പൽ സാറേ, നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിന്റെ വിഷം കുത്തിവെച്ച് അവരെ തമ്മിൽ അടുപ്പിച്ചാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈൽ കുഞ്ഞേട്ടാ? എലക്ഷൻ വേണ്ട നോക്കണം. പറ്റുമോ? അതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ പോക്ക് പോയാൽ പലതിനും ഉത്തരം പറയേണ്ടി വരും. നീ ആ ഇജാസിന് വേണ്ടി ഇലക്ഷൻ പറഞ്ഞെടുത്ത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതൊന്നും വേണ്ട മോനെ. സ്കൂളിലെ മിക്ക കുട്ടികളും ഇലക്ഷൻ പ്രവർത്തനത്തിനുണ്ട് വലിപ്പിച്ച. അപ്പൊ ഞാൻ മാത്രം? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാല് ഒരു രക്തസാക്ഷി പഠിച്ചിരുന്ന സ്കൂളിലാണ് നീയും പഠിക്കുന്ന ഓർമ്മ വേണം. എനിക്ക് നീയേ ഉള്ളടാ. ഈ കുഞ്ഞുങ്ങളെ ഒരു നിലയിലെത്തിക്കണ്ടേ? അതുവരെ ജീവിച്ചിരിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. നീ വേണം ഇവരെ സംരക്ഷിക്കാൻ. എനിക്കറിയാം വല്യപ്പച്ച. പക്ഷേ അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റു പലരെയും സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട് വല്യപ്പച്ച. മനസ്സിലായില്ല. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയില്ലേ? അതിനെയൊക്കെ നേരിടാൻ സ്കൂളുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ എന്താ വല്യപ്പച്ച കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇനി ഒരു പ്രവർത്തനത്തിനും പോകണ്ട. എനിക്കത് ഇഷ്ടമല്ല. വല്യപ്പച്ചൻ അങ്ങനെ പറയരുത്. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കണം, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കണം, ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയണം, പഠിക്കണം. അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കണം.
അതാണ് എന്റെ ലക്ഷ്യം. വല്യപ്പച്ചനോട് വഴക്കൂടല്ലേ ചേട്ടായി? അതാണോടാ നിന്റെ ലക്ഷ്യം? അതെ, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ചേട്ടായി എനിക്ക് പേടിയാവുന്നു വല്യപ്പച്ച. വല്യപ്പച്ചൻ എന്താന്ന് പള്ളിന്ന് വരാൻ താമസിച്ചത്? ഒരാളെ കാണാനുണ്ടായിരുന്നു. ഞങ്ങള് പോവാ. വല്യപ്പച്ച, ഉമ്മ, ടാറ്റ. ഇതെന്ത് പറ്റിയതാ ജോജി? ഞാനേ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോവായിരുന്നു. വയൽ ഇജാസിന്റെ മില്ലിലെ കുറെ പണിക്കാരെതിരെ വന്നു. അവരിലൊരു തടിയൻ, നീ ഇജാസിനെതിരെ മത്സരിച്ചാൽ നിന്റെ കൈയും കാലും തല്ലുടിക്കും പറഞ്ഞ് എന്നെ ആക്രമിച്ചു. ഞാൻ പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. പിന്നെ ഒരു പൊരിഞ്ഞ അടിയായിരുന്നു. അവര് കൊറേ പേരുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? എങ്കിലും ഞാൻ അവരെ കൈകാര്യം ചെയ്തു. ചെറിയ പരിക്കൊക്കെ എനിക്കും പറ്റി. ഓ, എന്നാ വേദനയാ. എന്നാലും ഇജാസ് ഇത്ര മോശക്കാരനാണെന്ന് കരുതിയില്ല. പാവം ജോജി. എന്നാ ശരി, ഞങ്ങള് പോട്ടെ. വാ. ഇതെന്ത് പറ്റിയതാടാ? ബൈക്കിൽ നിന്ന് വീണതാ. ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണ്ടേ? എവിടെങ്കിലും വായി നോക്കി ഓടിച്ചോളൂ. സത്യത്തിൽ ഇത് എന്ത് പറ്റിയതാ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മുറിവാടാ. ഒരു സഹതാപതരംഗം സൃഷ്ടിക്കാൻ ഞാൻ ഒരു സ്റ്റണ്ട് ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്തതാ. മച്ചാ, നീ ഒരു സംഭവമാടാ, അല്ല പ്രസ്ഥാനം. പിന്നെ ഒരു പൊരിഞ്ഞ അടിയായിരുന്നു. അവസാനം ഞാൻ അവന്മാരെ അടിച്ചോടിച്ചു. ഞാൻ നിന്നെ ആളെ വിട്ട് തല്ലിച്ചെന്ന് പറഞ്ഞോടാ. അല്ലടാ, അതേടാ, നീ നിന്റെ മില്ല ഗുണ്ടകളെ വിട്ട് എന്നെ തല്ലിച്ചില്ലേ? സത്യമല്ലേ അത്? അവരൊന്ന് തുമ്മിയ നിന്റെ പൊടി പോലും കല്ല, പിന്നല്ലേ തല്ലിയാല്. പോടാ, രാത്രി ആളെ വിട്ട് തല്ലിക്കാതെ ആണാണി നേരെ വന്നല്ലടാ സമർത്ഥ. അത് തന്നെയാണ് ചെയ്യാൻ പോണത്. പിന്നെ ഓലത്ത്
പരിക്കുഞ്ഞേട്ടാ ഒന്ന് നിന്നേ. സ്കൂളിൽ ഒരു ചെറിയ കശപിശ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. താൻ കാര്യം പറയടോ. എന്റെ മക്കൾക്ക് വല്ല അപകടം പറ്റിയോ? ഇല്ല, ആ കശപിശയ്ക്കിടയിൽ ജോജിക്ക് കുത്തേറ്റു. ഇജാസിനെയും ജോസൂട്ടിയെയും കാണാനില്ല. വാ മക്കളെ, രണ്ടുപേരും വന്ന് കഞ്ഞി കുടിക്ക്. വാ, വിളമ്പി വെച്ചിട്ട് കുറെ നേരമായി. ചൂടാറി കാണും. വേണ്ട ലക്ഷ്മിച്ചി. ചേട്ടാനെ പോലീസ് പിടിക്കോ വല്ലപ്പച്ച? പിടിച്ച അവര് തല്ലൂലേ? വല്യപ്പച്ചനൊന്ന് പോയി നോക്കിയേ. ചേട്ടായിയെ കണ്ട ആരും കാണാതെ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ. മക്കളെ ഒന്ന് കഞ്ഞി കുടിക്കുക. അറിയാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊലപാതക രാഷ്ട്രീയവും നിരീശ്വരവാദവും കുത്തിവെച്ചിട്ട് എന്ത് നേടി മാഷേ? എന്റെ ജോസൂട്ടി ആരെയും കുത്തിയിട്ടില്ല. നിങ്ങളൊക്കെ എത്ര വിചാരിച്ചാലും അവന്റെ മനസ്സ് അത്രയും കഠിനമാക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ നന്ദൻ മാഷ് കാലുകുത്തി അന്ന് മുതൽ ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല.